ജീവിതചര്യകൾക്ക് താളഭ്രംശം വന്നിരിക്കുന്നു. പാറുക്കുട്ടി ജോലികളെല്ലാം ഒരുവിധം തീർത്തു. തൻ്റെ ഗൃഹത്തിലെ താളം തെറ്റിയ ജീവിതങ്ങളെ നങ്ങയ്ക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. പക്ഷേ അവരത് ഗവനിച്ചില്ല. പതിവ് സംസാരമില്ല. ഏവരുടെയും മുഖത്ത് മ്ലാനതയും വിഷാദവും തളം കെട്ടി. മൂത്ത കുട്ടിയെ സ്കൂളിൽ അയച്ച ശേഷം അവൾ കുട്ടികളുടെ കീറിയ ഒന്ന് രണ്ട് ഉടുപ്പുകൾ കൈത്തുന്നൽ തുന്നാൻ തുടങ്ങി. മാധവൻ പഴയതിനേക്കാൾ ഊർജ്ജസ്വലനായി തീർന്നു. മാധവനും പരമനും പരസ്പരം ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ട് മാസങ്ങളായി. പതിവില്ലാതെ അന്ന് അമ്മുവും ഭർത്താവും കുട്ടികളും വിരുന്നു വന്നു. നങ്ങ അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം മകളുടെയും ഭർത്താവിൻ്റെയും സമീപത്തു നിന്നും ഒളിച്ചു വെച്ചു. പാറുക്കുട്ടിയുടെ ക്ഷീണിതാവസ്ഥയും പരമൻ്റെ ശോചനീയാവസ്ഥയും അമ്മുവിനെ തെല്ലൊന്നുമല്ല അമ്പരപ്പിച്ചത്. എന്തുകൊണ്ടാണ് ഏട്ടനും ഏട്ടത്തിയും ഇത്രമാത്രം ക്ഷീണിച്ചു പോയത്? പഴയ കളിയില്ല, ചിരിയില്ല. അവൾ ഒരൂട്ടം വിശേഷം കൂടി പറഞ്ഞു. വാസുവിൻ്റെ പെങ്ങൾക്ക് ഒരു നാത്തൂൻകുട്ടിയുണ്ട്. ആ കുട്ടിയുടെ മാംഗല്യം ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നും അത് മാമയ്ക്ക് നന്നായി അവൾ ചേരുമെന്നും പറഞ്ഞു ഫലിപ്പിച്ചു. എത്രയെന്ന് കരുതിയ മാമ ഇങ്ങനെ അവിവാഹിതനായി കഴിയണത്? ഓപ്പോളുടെ നാത്തൂന് വയസ്സ് ഒരു 38 കാണും. ആ വീട്ടിലത്തെ പണി ചെയ്ത് ചെയ്ത് അതിൻ്റെ ആയുസ് തീരും. പോരെങ്കിൽ ആദ്യത്തെ കല്യാണമല്ലേ? ഇന്നെ കാണുമ്പോൾ സങ്കടം പറയാറുണ്ട്. നമുക്കൊന്ന് മാമനോട് പറഞ്ഞാലോ? അവൾ നങ്ങയോടും പാറുക്കുട്ടിയോടും ഇതെല്ലാം പറഞ്ഞു. നങ്ങ പാറുക്കുട്ടിയെ നോക്കി. പാറു ഒരക്ഷരം പറയാതെ നിലം തുടച്ചുകൊണ്ടിരുന്നു. ആരിൽ നിന്നും ഒരു മറുപടി കേൾക്കാതെ വന്നപ്പോൾ അവൾ മെല്ലെ മാമയ്ക്കരികിലേക്ക് ചെന്നു. ഒക്കത്തെ ചെറിയ കുട്ടിയുമുണ്ടായിരുന്നു. പൂമുഖത്തെ കസാലയിൽ ഇരിക്കണ മാമയെ കണ്ടതും അവൾ തൻ്റെ ഇംഗിതം പറഞ്ഞു. നിനക്ക് വേറൊന്നും പറയാനില്ലേ അമ്മോ? ഇക്കിപ്പോൾ കല്യാണോ കളവാണോ ഒന്നും വേണ്ട. അല്ലെങ്കിൽ തന്നെ ചാരു മരിച്ചിട്ട് ഇനി അങ്ങനെ ഒരു ജീവിതം വേണമെന്ന് ഞാൻ നിരീക്ഷിച്ചിട്ടേയില്ല. എൻ്റെ കാര്യം നോക്കാൻ ഇവിടെ ഓപ്പോളും പരമനും ഉണ്ടല്ലോ, അത് മതി. അതല്ല മാമ, മാമയ്ക്കും വേണ്ട ഒരു ജീവിതം. നല്ലൊരു കുട്ടിനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞൂന്നേ ഉള്ളൂ. മോരിലിട്ട് മുളക് എടുത്ത് വെയിലത്ത് നിർത്തുകയാണ് പാറുക്കുട്ടി. അയാൾ ആ വശത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി. പരമേശ്വരൻ എവിടെ? ഇന്നിങ്ങോട്ടേക്ക് കണ്ടതേയില്ല. മാധവൻ സംശയാർത്ഥം അമ്മുവിനോട് ചോദിച്ചു. അതിന് ഏട്ടനെന്ന് നീറ്റിട്ടേയില്ല. പനിയാന്ന് തോന്നുന്നു. ഏട്ടത്തി ചുക്കുകാപ്പി ഇട്ട് കൊടുക്കണുണ്ട്.